നമുക്ക് സംസാരിക്കാവുന്ന നമ്മുടെ പ്രിയങ്കരിയെ മാനസി മേഡമാണ്. മാഡത്തിനെ സത്യം പറഞ്ഞാൽ സംഗീത അക്കാദമിയിലെ പ്രോഗ്രാം ഉള്ളതായിരുന്നു, മാറ്റിവെച്ചിട്ടാണ് ഇങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം പ്രയോറിറ്റി വന്നിരിക്കുകയാണ്. അപ്പോൾ ഐ റിക്വസ്റ്റ് മാനസി മാഡം to speak, and we also give permission if she needs to go earlier. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ നിൽക്കുന്നത് ഞാൻ വളരെ ആഹ്ലാദത്തോടും അഭിമാനത്തോടും കൂടിയാണ്. അഭിമാനത്തിൻ്റെ ഒരു കാരണം, ഇവിടെ ഇന്ന് റിലീസ് ചെയ്ത പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ് ഞാൻ പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ തന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്നതാണ്. രണ്ടാമത്തെ കാരണം, അദ്ദേഹം ഈ പുസ്തകത്തിൽ കൈകാര്യം ചെയ്യുന്നതാകട്ടെ അങ്ങേ അറ്റം സവിശേഷമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു വിഷയമാണ് എന്നതുമാണ്. നോർത്ത് മലബാറിലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ സവിശേഷതകളായ തെയ്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ ചരിത്ര സാമൂഹ്യ പശ്ചാത്തലങ്ങളെക്കുറിച്ച് വിശകലനാത്മകമായ ഒരു പുസ്തകം എഴുതുക എന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ, നമ്മുടെ സംസ്കൃതിക്ക് കിട്ടുന്ന ഒരു വലിയ അമൂല്യ വസ്തുവായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അതത്ര പതിവുള്ള കാര്യമല്ല. അതിസൂക്ഷ്മമായ കലാവിരുതുകളുടെ ചാരുതയും സർഗാത്മകമായ രൂപസംവിധാനങ്ങളുടെ സമ്മേളനവും ചേരുവയും ചിന്തയിലിടുന്ന തെയ്യത്തിൻ്റെ ആടയാഭരണങ്ങൾ നമ്മുടെ കാഴ്ചയ്ക്കൊരു വിരുന്ന് തന്നെയാണ്. എനിക്കറിയില്ല ഇവിടെ ഇരിക്കുന്ന എത്ര പേര് തെയ്യം കണ്ടിട്ടുണ്ടെന്നും തെയ്യത്തിനെ കുറിച്ച് അറിയാമെന്നും. തെയ്യത്തിൻ്റെ ഒരു ഫോട്ടോയെങ്കിലും നമ്മൾ കണ്ടെങ്കിൽ നമ്മൾ തെയ്യത്തിനെ കാണാൻ പോകും. കാരണം അത്രമാത്രം വിശാലമായിട്ടുള്ള ഹെഡ് ഗിയർ, ഏറ്റവും ഉയരത്തിലുള്ള ടോൾ ആയിട്ടുള്ള ഹെഡ് ഗിയർ ഉപയോഗിക്കുകയും അങ്ങേയറ്റം നമുക്ക് അരോചകം എന്ന് തോന്നുന്ന വിധത്തിലുള്ള ആടയാഭരണങ്ങൾ അണിയുകയും അത്രയും ഭാരമുള്ള ആടയാഭരണങ്ങൾ അണിയുകയും ചെയ്തുകൊണ്ട് ഒരു നൃത്തത്തിന് വളരെ മാൻലിയാണ്. അങ്ങനെയുള്ള ഒരു നൃത്തത്തിന് തയ്യാറാകുന്ന ഈ തെയ്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് കാഴ്ചയ്ക്ക് വിരുന്നാണെങ്കിലും പക്ഷേ അതിൻ്റെ ഉൾക്കാമ്പ് ആത്മീയ സത്ത അടങ്ങിയ ഒരു ആചാരം തന്നെയാണ്. നിങ്ങൾക്കറിയാമോ എന്ന് അറിഞ്ഞുകൂടാ, തെയ്യം കെട്ടുന്ന ആൾക്കാർ വളരെ കഠിനമായ ശാരീരിക മാനസിക ശുദ്ധീകരണ പ്രക്രിയകൾ കഴിഞ്ഞാണ്, നമ്മൾ എളുപ്പത്തിൽ പറയും വ്രതം എന്നൊക്കെ, അതൊക്കെ കഴിഞ്ഞാണ് ഈ തെയ്യം കെട്ടാൻ വരുന്നത്. മറ്റൊരു തെയ്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മുടെ സോ കോൾഡ് ജാതി വ്യവസ്ഥകളിലെ ഏറ്റവും താഴെ തട്ടിലുള്ളവരാണ് തെയ്യം കെട്ടുന്നത് എന്നാണ്. ഈ തെയ്യം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദൈവികമായ എനർജി അവരിലേക്ക് വരുമെന്നും അന്ന് അവർ പറയുന്ന പ്രവചനങ്ങളോ ആജ്ഞകളോ ആ സമൂഹത്തിൻ്റെ തിട്ടൂരമാകുമെന്നും വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് മലബാറിലെ സമൂഹം. സാധാരണ പറയാറുണ്ട്, ഈ മറ്റൊരു കാര്യം, ഇതിന് ഭംഗി മാത്രമല്ല, അതിൻ്റെ മാലിന്യസും അതിൻ്റെ കഠിനമായ പരിശീലനവും മാത്രമല്ല, ഈ തെയ്യം കെട്ടലിന് ഒരു സാമൂഹ്യ ആഭിമുഖ്യം കൂടിയുണ്ട്. 1500 കൊല്ലത്തോളം പഴക്കമുള്ളതാണ് ഈ തെയ്യം കെട്ടൽ. നമുക്ക് വിശ്വസിക്കാനാവില്ല. ഹിന്ദു മതത്തിലെ യാതൊരു ലാഞ്ചനങ്ങളുമില്ലാതെ ദ്രാവിഡ സംസ്കൃതിയിൽ മാത്രം ഊന്നി നിൽക്കുന്ന ഒന്നാണ് തെയ്യം കെട്ടൽ. അവിടെ ഈ തെയ്യം കെട്ടിയാൽ പിന്നെ സമൂഹത്തിലെ അപാകതകളെ, അസമത്വങ്ങളെ, അസ്പൃശ്യതകളെ എല്ലാം അവർക്ക് ചോദ്യം ചെയ്യാം. ഏറ്റവും ഉയർന്ന ജാതി, എന്നാൽ ജാതി എന്നുള്ള വാക്കിൽ വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ്, ഉയർന്ന ജാതിയിലുള്ള ഉന്നതന്മാരെ പോലും വിമർശിക്കാം. അത്തരം ഒരു സാമൂഹിക പ്രതിബദ്ധത ഈ തെയ്യം കെട്ടലിനുണ്ട് എന്ന്
1500 കൊല്ലം മുമ്പ് തുടങ്ങിയ പാരമ്പര്യമാണ് ഇതെന്ന് ആലോചിക്കണം. അറിഞ്ഞപ്പോൾ എനിക്ക് പോലും അത്ഭുതം തോന്നിയിട്ടുണ്ട്. അങ്ങനെ ബഹുമുഖമായ പക്വമായ ഒരു സംസ്കൃതി പിൻപറ്റുന്നവരാണ് നമ്മൾ. ആ സംസ്കൃതിയെ ഇന്ന് ഇപ്പൊക്കെ ഈ അത്തരം കാര്യങ്ങൾ പിന്നെ പിന്നെ അത് വേണ്ടാതെ അതല്ലെങ്കിൽ നശിക്കുന്നുവോ എന്നുള്ളൊരു പേടി നമ്മളുടെ സാംസ്കാരിക ലോകത്തുണ്ട്. അതിനുള്ള ഒരു പ്രതിവിധിയായി, അതിനുള്ള ഒരു മറികടക്കലായി ആകെ ചെയ്യാവുന്നത്, ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് അതിൻ്റെ ഡോക്യുമെന്റേഷനാണ്. സജി മാടപ്പാട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു ചരിത്ര ദൗത്യമാണ് എന്ന് ഞാൻ പറയും. ഈ ചരിത്ര ദൗത്യത്തിന് നമ്മളെല്ലാവരും ഈ പിൻപറ്റൽ നമ്മളുടേതായ സംസ്കൃതിയാണ് അവർ ഡോക്യുമെന്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ കുറെ കാലം കഴിഞ്ഞിട്ട് ഇത് നിലനിൽക്കുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ഒരു ചരിത്ര ദൗത്യത്തിന്റെ ഭാഗമായ ഒരു പുസ്തകമാണ് ഇവിടെ ഇന്ന് റിലീസ് ചെയ്യപ്പെട്ടത്. വളരെ അഭിമാനത്തോടെ, ആദരവോടെ, വിനയത്തോടെ ഞാൻ സജി മാടപ്പാട്ടിന് എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണത്. നമുക്കൊക്കെ വേണ്ടിയാണ് ഇദ്ദേഹം ഇത് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പറയട്ടെ, ഇവരെ പോലെയുള്ള അദ്ദേഹം പറയായിരുന്നു, ഇവര് സംസാരിക്കുമ്പോൾ പറയായിരുന്നു, ഇല്ലസ്ട്രേറ്റ് വീക്കിലെ തെയ്യത്തിൻ്റെ 4 ഫോട്ടോസ് കണ്ടപ്പോൾ അവിടെയുള്ള എല്ലാവരോടും ചോദിച്ചത്രേ ഇതെന്താണെന്ന്. ആർക്കും അറിയില്ല. അങ്ങനെ കേരളത്തിലും പലവർക്കും അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്കടക്കം അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ഇരിക്കുന്ന പലവർക്കും അടക്കം തെയ്യം എന്താണെന്ന് അറിയില്ല. അത് ഒരു സ്പിരിച്വൽ റിച്വലാണ്. അവർക്കത് ആചാരമാണ്. അതൊട്ടും എന്താ പറയുക, വളരെ അതിപാവനമായ ഒരു ആചാരമാണ്. അത്തരം ഒരു ആചാരത്തെ എന്നേക്കുമായി ഡോക്യുമെന്റ് ചെയ്ത് ഈ നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമാക്കുക, അതായത് സാംസ്കാരിക സംസ്കൃതിയുടെ ഭാഗമാക്കുക എന്ന ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തവരാണ് ഈ വിജയും അതേപോലെ തന്നെ സജീവമായിട്ട്. അങ്ങേയറ്റം കൃതജ്ഞതയോടെയാണ്, അഭിമാനത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ നാളെ നശിച്ചു പോകാവുന്ന ഇത്തരം സംസ്കൃതികളെ ഡോക്യുമെന്റ് ചെയ്ത് നമ്മുടെയൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാക്കാനുള്ള ഇവരുടെയൊക്കെ പ്രയത്നങ്ങൾക്ക് അങ്ങേയറ്റം ആശംസ നൽകിക്കൊണ്ടും അങ്ങേയറ്റം ശുഭാശംസകൾ നൽകിക്കൊണ്ടും ഒപ്പം തന്നെ അങ്ങേയറ്റം അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും നൽകിക്കൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. താങ്ക് യു മാഡം. വളരെ വളരെ രസമായ കാര്യങ്ങൾ പറഞ്ഞു. വളരെ ഒരു അനുഭവം പോലെ തന്നെയായിരുന്നു നടത്തിയിട്ട് ഞാൻ സ്പീച്ച്. നാളെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എത്ര പേര് തെയ്യം കണ്ടു എന്നുള്ളത്. തെയ്യം എന്തായാലും അതിനുള്ള ഒരു ഷോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കാണാത്തവർക്ക് വേണ്ടിയിട്ട് സ്ലൈഡ് ഷോ ഉണ്ട്. പിന്നെ എനിക്കൊരു അപൂർവമായി ചെറുപ്പകാലത്ത് കാർത്തൂർക്കാവിന്റെ തൊട്ടടുത്ത് 5 വർഷം താമസിക്കാനായിട്ട് കണ്ണൂർ എനിക്ക് ഭാഗ്യം കിട്ടി. അപ്പൊ ആ കാലത്തൊക്കെ ഞാൻ എല്ലാ തെയ്യങ്ങളുള്ള സമയത്തും ആ ദിവസങ്ങളൊക്കെ നമ്മൾ പോവുകയായിരുന്നു. പിന്നെ അതങ്ങനെ സ്കൂൾ ഡേയ്സിലാണ് തോന്നുന്നത്. പിന്നെ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ തെയ്യം കണ്ടു. അന്ന് തെയ്യം കാണാൻ തുടങ്ങിയത് എൻ്റെ ഭാര്യയിൽ നിന്നാണ്. അവർ തെയ്യം നന്നായി ചെയ്യുമായിരുന്നു. അത് ചാമന്തി തെയ്യം, പൊട്ടൻ തെയ്യം, പിന്നെ ഭഗവതി തെയ്യം, രക്തചാമുണ്ടി, പിന്നെ കരിച്ചാമുണ്ടി, ഇങ്ങനെയുള്ള തെയ്യങ്ങളൊക്കെ ഞാൻ കാണുവാനിട വന്നു. അപ്പോ എന്റെ ഭാര്യ കുറച്ചു കഴിഞ്ഞ് എത്തും. അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. തെയ്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഞങ്ങളെല്ലാം പിൻവലിച്ചിരിക്കുന്നു. ഭാര്യ വന്ന് ഞാൻ കണ്ടിട്ടില്ല, അവിടെ എനിക്ക് കണ്ടില്ല. അയ്യോ, in my school days, I was staying adjacent to Kanaturkavar Kannur. Yeah, just adjacent to that, immediate neighbor. I was staying there, and I used to see this Guligan, Pottel, Karichamundi, Rektachamundi, all those things. They used to see that. Madam, thank you so much, madam. Thank you, thank you.
പുസ്തകങ്ങൾ വാങ്ങി വെച്ചാൽ തിരിച്ചു Now it's time to see the slideshow, and we'll have a talk by Saji also. It will be an interactive session. Making this the rarest opportunity to know about the Theyyams and the great festival of Malabar. I request Saji to take over. We will sit and see what is Theyyam on the screen. അവിടെ തന്നെ